സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇതിനകത്ത് ഈ തേർഡും ഫോർത്തും ലൈന് വേണ്ടിയുള്ള ഒരു ഫണ്ട് അലോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തേർഡും ഫോർത്ത് ലൈൻ ആകുമ്പോൾ ഈ നിർദ്ദിഷ്ട പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവാടുന്നത് ലാൻഡ് ആക്വിസിഷനാണ്. 10,000 കുടുംബങ്ങളെ തന്നെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം. നമുക്കിപ്പോഴുള്ള ഈ റെയിൽവേസിൻ്റെ ബഫർ സ്ഥലത്താണെങ്കിൽ അവിടെ നിന്ന് മാറ്റേണ്ട ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പണ്ട് തൊട്ടേ കലിട്ട സ്ഥലങ്ങളാണ്. ചിലയിടെ താമസിക്കുന്ന ആളുകളെ മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ 10-1 ആളുകളെ മാത്രം അവിടെ മാറ്റിയാൽ മതി. അപ്പോൾ കേന്ദ്ര സർക്കാർ, ഞാൻ മനസ്സിലാക്കുന്നത് പല റിപ്പോർട്ടിലും പല ഇൻ്റർവ്യൂവിലും ഒക്കെ കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത് നമ്മൾ ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് പണം തരുമെന്നാണ്. പക്ഷെ തരുന്നില്ല. അത് കേന്ദ്രം കേരളത്തിലുള്ള എല്ലാ പദ്ധതികളും തരാത്ത പോലെ ഇരിക്കുകയാണ്. പക്ഷെ അതിനുള്ള മറുപടി 1.5 ലക്ഷം കോടി രൂപ ചെലവാക്കി ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പെൻഷൻ കൊടുക്കാൻ പണമില്ല, നെൽകർഷകർക്ക് ഇവിടെ പണം കൊടുക്കാൻ പണമില്ല, റോഡിലെ കുഴി, മാതൃഭൂമി തന്നെ എത്രയോ റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലയിലെയും സിറ്റിയിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും റോഡിലെ കുഴിയെക്കുറിച്ചുള്ള സമരം നടത്തി. ഇതൊന്നും ചെയ്യാൻ പണമില്ലാതെ നമ്മൾ 2021-22 കേരളയിൽ ചർച്ച ചെയ്യുന്നതിനേക്കാളും മോശപ്പെട്ട ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ ഒരു സ്റ്റാൻഡ് അലോൺ പദ്ധതി, അതിന് 50 വർഷം 60 വർഷം പറഞ്ഞാലും നടക്കുന്നതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കുറവാണ്. ഞാൻ ഒരു പ്രാക്ടിക്കാലിറ്റി വിഷയം കൂടെ പറഞ്ഞുതരാം. ഒരുപക്ഷെ ഡോക്ടർ ജയരാജൊക്കെ അതിനെ ഖണ്ഡിക്കാൻ നോക്കും. എന്തായാലും ഞാൻ പറയാം. ഇവിടെ ഒരു ഉദാഹരണം, തിരുവനന്തപുരം ഡെവലപ്മെൻറ്റ് പദ്ധതി എന്ന് പറഞ്ഞ് 2016-17 ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. അത് എന്ന് വെച്ചാൽ ഇന്ന് ഈ കാണുന്ന വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി 2016 മറ്റൊരു പേരിൽ ഇതേ സ്ഥലത്തുകൂടെ പോയിക്കൊണ്ടുള്ള ഒരു പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. അത് 8 വർഷം കഴിഞ്ഞിട്ടും അതിന് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔട്ടർ റിംഗ് റോഡെന്ന് പേരിട്ട് ഈ 2000-3000 കോടി അനുവദിച്ചു എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 7-8 വർഷമായി ആ പദ്ധതി മുന്നോട്ട് പോയിട്ടില്ല. ആ പദ്ധതിയുടെ തുടക്കം ഇപ്പോഴാണ്, കല്ലുപോലും വിട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ എപ്പോഴെങ്കിലും തുടങ്ങുന്നുള്ള വിശ്വാസത്തിരിക്കുകയാണ്. അപ്പോൾ 2000-3000 കോടി രൂപയുടെ റോഡ് പ്രോജക്റ്റ് 8 വർഷമായിട്ട് ഗ്രീൻഫീൽഡ് പദ്ധതി തുടങ്ങിയതാക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പക്ഷേ ഒരു 60 ഇരട്ടി ഉള്ളൊരു പദ്ധതി നടപ്പിലാക്കാൻ എത്രയോ വർഷങ്ങളുണ്ടാകും. അപ്പോൾ ഇനി ജയരാജശ്രീ NHൻ്റെ കാര്യം പറയുകയാണെങ്കിൽ NH വ്യത്യസ്തതയുണ്ട്. കാരണം സ്ഥലം പണ്ട് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. പണ്ട് ഏറ്റെടുത്തിരുന്ന സ്ഥലം NHൽ 2014 ഈ പറഞ്ഞ UPA സർക്കാർ കൊണ്ടുവന്ന ലാൻഡ് അക്വിസിഷൻ നിയമങ്ങളിൽ കൂടുതൽ പണം കൊടുക്കുവാനുള്ള തീരുമാനം, നല്ല വിലയൊക്കെ വന്നപ്പോൾ അതിൻ്റെ റൂൾസ് അനുസരിച്ച് 2016 മുതൽ ആളുകൾ കൂടുതൽ സ്ഥലം വിട്ടുകൊടുത്തു. സർക്കാരും ഒരു ഇഫേർട്ട് എടുത്തു. അപ്പോൾ NHന് ലാൻഡ് അക്വിസിഷൻ സ്ഥലം എടുത്തത് പിന്നെ നമ്മൾ പണം കൊടുത്തപ്പോൾ പെട്ടെന്ന് മാറാനുള്ള കാരണം അവിടെയുള്ള ആളുകൾക്ക് ഈ പദ്ധതി വരും, മാറണം എന്നുള്ളത് അറിയാമായിരുന്നു. പക്ഷെ അതിന് പാരലായി പുതിയതായി ഒരു ഗ്രീൻഫീൽഡ് പദ്ധതി ഈ പറയുന്ന 500 കിലോമീറ്റർ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിക്കൊണ്ട് മാറുമ്പോൾ അത് നടപ്പിലാക്കാൻ പ്രായോഗികമായിട്ടൊരു കാര്യമില്ല. അതിന് പകരം ഈ പറയുന്ന പാരലിന് എന്തുകൊണ്ട് സ്റ്റേറ്റ് ആ പദ്ധതി ചെയ്യണമെന്ന് പറഞ്ഞ് സ്റ്റേറ്റ് പോവുകയാണെങ്കിൽ അത് ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാവും. ഇവിടെ മറ്റൊരു ഓപ്ഷൻ പറയുകയാണ്. കേന്ദ്ര സർക്കാർ നോക്കുമ്പോൾ സ്റ്റേറ്റ് ഇത്രയും പൈസ ചെലവാക്കാമെന്ന് പറയുന്നു. അതൊക്കെ പല ഒരു ഡീൽസിന് അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ സിൽവർ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞ് ജപ്പാനിൽ ഉപയോഗിച്ച ഒരു പഴയ സംവിധാനം കൊണ്ട് ഇവിടെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ 3rd and 4th ലൈൻ റെയിൽവേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വന്ദേ ഭാരത് കൊടുത്ത് കൂടുതൽ ട്രെയിനുകൾ ഓടിക്കുവാൻ, ഇവിടുത്തെ ചരക്ക് ഗതാഗതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതിനോടൊപ്പം ഈ ഹൈസ്പീഡ് ട്രെയിൻ കൊണ്ടുപോകാൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ശ്രീ രാജീവൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം ഒരു 5-8 ഹൈസ്പീഡ് ട്രെയിനിൻ്റെ ഒരു അവസ്ഥ വന്നാൽ കേരളത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യത്തിന് പകരം 1.5 ലക്ഷം 2 ലക്ഷം ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം അതാണ്. എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ കൂടാതെ ഏറ്റവും കുറഞ്ഞത് ഒരു പാതയെങ്കിലും വരിക. ആ പാത വഴി ഇപ്പോൾ 2 വന്ദേ ഭാരത് ഓടുന്നത് പോലെ ഒരു 4-5 വന്ദേ ഭാരത് ഓടുകയാണെങ്കിൽ തന്നെ നമ്മുടെ യാത്രാ ദുരിതം ഒരു പരിധി വരെയൊക്കെ മാറുന്നതാണ്. ഇനി യാത്ര കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടിയാൽ മതിയല്ലോ. പക്ഷേ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണം. തീരുമാനിക്കുന്നത് റെയിൽവേ ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം.